നിരന്തരമായി സോഷ്യൽ മീഡിയയിൽ ചൂടേറിയ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ജയിൽ തൊഴിലാളികളുടെ വേതനത്തിലുള്ള വർധനവ് എന്നൊരു വിഷയം. ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ ഒരു ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഇരുവശങ്ങളെയും ഒന്ന് വിശകലനം ചെയ്യാം. ഈ വേതനം എന്നുള്ളത്, ജയിൽ തൊഴിലാളികൾക്കുള്ള വേതനം എന്നുള്ളത് അവരുടെ പുനരധിവാസത്തിൻ്റെ ഭാഗമായി കൊണ്ട് നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി ഒരു ഉത്തരവിടുന്നുണ്ട്. ഒരു ക്രിമിനൽ കുറ്റവാളിയാണെങ്കിൽ പോലും അവൻ ജയിൽ അന്തേവാസിയായിരിക്കുന്ന സമയത്ത് അവൻ ജയിലിൽ ചെയ്യുന്ന തൊഴിലുകൾക്ക് കൃത്യമായി കൊണ്ട് തന്നെ വേതനം നൽകണമെന്ന് സുപ്രീം കോടതി ഒരു ഉത്തരവിടുന്നുണ്ട്. അത് മാനിച്ചുകൊണ്ട് തന്നെ സർക്കാർ അവരുടെ വേതനത്തിൽ നല്ലൊരു വർധന വരുത്തിയിട്ടുണ്ട്. കാരണം നിലവിൽ വേതനമായി നൽകിക്കൊണ്ടിരുന്നത് 230, 168, 63 എന്നൊരു നിരക്കിലായിരുന്നു വേതനമായി നൽകിയിരുന്നത്. പക്ഷേ സർക്കാർ വർധനവ് വരുത്തിയതിന് ശേഷമുള്ള നിരക്കെടുത്ത് നോക്കുമ്പോൾ 620, 560, 530 എന്നൊരു നിരക്കിലാണ് നമുക്കിവിടെ വർധനവ് വരുത്തിയതായി കാണാൻ സാധിക്കുന്നത്. ശരിയാണ്. ഇത്രയും അധികം വേതനം എന്തിനാണ് ജനങ്ങളറിയാൻ പല രീതിയിൽ തെറ്റിദ്ധാരണ ഉണ്ടാകാറുണ്ട്. കാരണം അവർ ഇത്രയും 620 രൂപയാണ് വരുന്നത്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ സത്യാവസ്ഥ എന്ന് പറഞ്ഞാൽ മുൻ DGP ആയ അലക്സാണ്ടർ ജേക്കബ് പറയുന്നുണ്ട്, ഈ വേതനത്തിൻ്റെ 50% ആ കുറ്റവാളിയുടെ കുടുംബത്തിനും ബാക്കി 30% മറ്റ് വ്യക്തിക്കും, അതിൽ നിന്ന് 20% മാത്രമാണ് ഈ ഒരു കുറ്റവാളിക്ക് കിട്ടുന്നതെന്ന്. ഇതിൽ പ്രധാനമായി നമ്മുടെ സമൂഹത്തിൽ ചില വ്യക്തികൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഇത് മുഴുവനും അദ്ദേഹത്തിനാണ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ ഞാൻ ടാക്സ് അടച്ചിട്ട് എന്തിനാണ്, കുറ്റവാളികൾക്ക് വേതനം കൂട്ടാനാണോ എന്നൊരു ചോദ്യം. അതുപോലെ തന്നെ സർക്കാർ ഖജനാവിൽ നിന്നുള്ള ക്യാഷ് കൊണ്ട് എത്രയെല്ലാം പദ്ധതികൾ ഇവിടെ കേരളത്തിൽ നടത്താനുണ്ട്, എന്നിട്ട് എന്തിനാണ് കുറ്റവാളികൾക്കുള്ള വേതനം നൽകുന്നത്? ഇതെല്ലാം വളരെ ഒരു വിഡ്ഢിത്തമായൊരു വാക്കാണെന്നാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ എടുക്കുന്ന പണിക്കുള്ള അധ്വാനത്തിനുള്ള ഒരു തക്കതായ ഒരു പ്രതിഫലം മാത്രമാണ് ഇവിടെ കൊടുക്കുന്നത്. അവർ വസ്ത്രമായാലും ഭക്ഷണമായാലും അവർ അവിടുന്ന് ഉൽപ്പാദിപ്പിച്ചതിന് ശേഷം അവരുടെ മാർക്കറ്റിലേക്ക് കൊടുത്തതിന് ലാഭമായുള്ളൊരു ചെറിയ വിഹിതം മാത്രമാണ് അവിടെ കുറ്റവാളികൾക്ക് ലഭിക്കുന്നുള്ളൂ. അവർക്ക് വേതനം നൽകണം എന്നുള്ളതൊക്കെ അവരുടെ അധ്വാനത്തിന് അനന്തരഫലമായിക്കൊണ്ടാണ് നമ്മളിപ്പോൾ പറഞ്ഞു വരുന്നത്. പക്ഷേ ഇവിടെ നമ്മുടെ ഈ ഭരണകൂടം അവർക്ക് നൽകേണ്ട ഏറ്റവും വലിയൊരു ഉത്തരവാദിത്ത ബോധമുണ്ട്. കാരണം അത് ധാർമ്മിക ബോധം നൽകാനുള്ള ഒരു പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നുള്ളതാണ്. കാരണം ഈ ധാർമ്മിക ബോധം നൽകാനുള്ള പദ്ധതി ആവിഷ്കരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം അവർ ഇനി സമൂഹത്തിലേക്ക് അവരുടെ ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞ് പൊതുസമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ അവിടെ ഒരു ധാർമ്മിക ബോധത്തോടെയുള്ള ജീവിതം നയിക്കാൻ വേണ്ടിയാണ് അവർക്ക് ധാർമ്മിക ബോധം ഉണ്ടാക്കിയെടുക്കാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കണം എന്ന് പറയുന്നതിൻ്റെ അർത്ഥതലം. ഇനി വേതനമായാലും ധാർമ്മികബോധമായാലും അതിനെല്ലാം ഉപരി ഒരു കുറ്റവാളി സമൂഹത്തിൽ എങ്ങനെ മാറണമെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ സാഹചര്യത്തിൻ്റെ അനുകൂലമാണ്. കാരണം ഇപ്പോഴത്തെ ഇന്ത്യയോടുള്ള ജയിലുകളുടെ അവസ്ഥ എന്ന് പറയുന്നത് മറ്റ് രാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമായ അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിന്ന് നാം മാറേണ്ടതുണ്ട്. കാരണം 100 വ്യക്തികളാണ് ഒരു സെല്ലിൽ കഴിയുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 130 അങ്ങനെ വൃത്തിഹീനമായ കാര്യങ്ങളും പിന്നെ തുടങ്ങിയ ഈ അടുത്തായി നമ്മൾ വാർത്തകളിലെല്ലാം വായിച്ചിട്ടുണ്ടാകും, പുറത്തു നിന്നൊരു ഡ്രോൺ പറത്തിക്കൊണ്ട് ലഹരി പദാർത്ഥങ്ങൾ ഉള്ളിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ കേരളം ഒന്നൊട്ടാകെ ഞെട്ടിയ ഒരു വാർത്തയാണിത്. ഒരു കുറ്റവാളി ജയിലിൽ നിന്നും പുറത്ത് ചാടുന്ന ഒരു ഇത്. അതിനുശേഷം അദ്ദേഹത്തെ പിടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ പോലും അതൊരു വലിയൊരു വീഴ്ച തന്നെയാണ്. ശരിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ വേതനത്തിന് വർധന പറഞ്ഞു, അതുപോലെ ജയിലിലുള്ള മാറ്റങ്ങളൊക്കെ പറഞ്ഞു. ഇതൊക്കെ ശരിക്കും ഉണ്ടാക്കുന്നത് ആ കുറ്റവാളിയുടെ മനോഭാവം മാറിക്കാണ്ട് പൊതു സമൂഹത്തിലേക്ക് മാറിക്കാണ്ട് ഒരു പുതിയ വ്യക്തിയെ മാറാനാണ്. അപ്പോൾ പക്ഷെ നമ്മൾ ഇതിൽ സമൂഹം പല രീതിയിൽ കുറ്റവാളിയെ വേർതിരിച്ച് കാണുന്നുണ്ട്. മറ്റേ തെറ്റ് ചെയ്തിട്ടാണ് ഈ കുറ്റവാളി പുറത്തേക്ക് വരുന്നതെന്ന് പല രീതിയിൽ തെറ്റിദ്ധരിച്ച് കാണുന്നുണ്ട്. ഇങ്ങനെയൊന്നും കാണാതെ തിരിച്ച് കുറ്റവാളിയെ ചേർത്ത് പിടിച്ച് കാണുകയാണ് ചെയ്യേണ്ടത്. എന്നാലാണ് ഈ ഒരു ശിക്ഷയുടെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തുള്ളൂ. ശരിക്കും ശിക്ഷ എന്ന് പറഞ്ഞാൽ ആ കുറ്റവാളി ഉപദ്രവിക്കാനോ അല്ലെങ്കിൽ ദ്രോഹിക്കാനുള്ളതല്ല. ശരിക്കും ആ കുറ്റവാളിയുടെ മനോഭാവം മനസ്സിലാക്കി
അതിന് അനുയോജ്യമായ രീതിയിൽ ആ കുറ്റവാളിക്ക് സപ്പോർട്ട് ചെയ്തുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് മാറ്റിപ്പെടുത്തേണ്ട ഒരു രീതിയിൽ കുറ്റവാളിയെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അത് വളരെ ഒരു അനിവാര്യമായ ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇദ്ദേഹത്തിൻ്റെ ഈ ജയിൽ തടവറ കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അദ്ദേഹം നേരിടാൻ പോകുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത് അദ്ദേഹത്തെ റാഞ്ചാൻ വേണ്ടി കുറേ ലോബികളായ ജനങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടാകും. അതിൽ നിന്ന് രക്ഷ നേടണമെന്നുണ്ടെങ്കിൽ ഒരു ലക്ഷ്യബോധവും ധാർമ്മിക ബോധവും പിന്നെ ഒരു അല്പം സമ്പത്തും കൂടി ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെതായ ലോകത്തേക്ക് വ്യതിചലിക്കാൻ അദ്ദേഹത്തിന് കഴിയും. ഇങ്ങനെ തുടങ്ങിയവരുടെ ഇടയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം കൂടി ഒരുക്കുന്നു. പക്ഷെ ഇവിടെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഈ ഭരണകൂടത്തിൻ്റെ ഒരു കാർക്കശ സ്വഭാവം അത് വേതനം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രം ഒരു ഒതുങ്ങിക്കൂടി എന്നുള്ളൊരു ചിന്താഗതി നമുക്ക് വരുന്നുണ്ട്. കാരണം അതൊന്നും ആ കാർക്കശ സ്വഭാവം നിയമങ്ങൾ നടപ്പാക്കുന്നതിൽ അത് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ കാലഘട്ടം എടുത്തു നോക്കുമ്പോൾ ഒരുപാട് നിരപരാധികളായ വ്യക്തികളെ ശിക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഈ ക്രിമിനൽ കുറ്റവാളി തൂങ്ങേണ്ട തൂക്കുകയറിൽ അവനെ മാറ്റി അവൻ്റെ രാഷ്ട്രീയ സ്വാധീനം മൂലം അവനെ പാട്ടിന് പറഞ്ഞയച്ച് അവൻ്റെ സ്ഥാനത്തൊരു നിരപരാധിയെ കയറ്റി ആ നിരപരാധിയെ ശിക്ഷിക്കപ്പെടുകയാണ്. അതുപോലെ തന്നെ VIP പരിഗണന, ഇതൊക്കെ ഈ ജയിലിൻ്റെ നിയമങ്ങളിൽ നിന്ന് പാടെ പീതെറിയേണ്ട സംഭവങ്ങളാണ്. ഇത് സംബന്ധിച്ച് ഞാൻ ഇവിടെ ഒരു വായിച്ചതായി ഓർക്കുന്നു. അതിങ്ങനെ പ്രിസൺസ് ആർ ബിൽറ്റ് വിത്ത് സ്റ്റോൺസ് ഓഫ് ലോ ബട്ട് ഓഫൻ സിമെന്റഡ് വിത്ത് ഇൻജസ്റ്റിസ് എന്ന് പറയുന്നൊരു വാചകമാണ്. അതിങ്ങനെയാണ് സൂചിപ്പിച്ചു പോകുന്നത്. അതായത് നിയമത്തിൻ്റെ കല്ലുകൊണ്ട് പടുത്തൊരു മതിലുകളാണെങ്കിൽ പോലും നമ്മുടെ അനീതിയായ കാര്യങ്ങൾ സിമെന്റ് കൊണ്ട് അത് പാകിയതാണെങ്കിൽ അതൊരു കാര്യവുമില്ല. അതായത് താങ്കൾ പറഞ്ഞത് എത്രയോ ശരിയാണ്. കാരണം ഈ കാലഘട്ടത്തിൽ രാഷ്ട്രീയ സ്വാധീനമായാലും സാമൂഹ്യ സ്വാധീനമായാലും എത്രയോ പേർ ശിക്ഷിക്കപ്പെടേണ്ട കുറ്റവാളികൾ ജയിലിൽ നിന്നും മോചിതനായി കാണുന്നുണ്ട്. ശരിയാണ്. അതിനോട് യോജിച്ചു. കാരണം ഇത്തിരി വചനമുണ്ട്. അതെങ്ങനെ പറയുന്നത്, 1000 കുറ്റവാളികളെ അടിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്നാണ്. അതിനോട് യോജിച്ച് പറയേണ്ട ഒരു സത്യാവസ്ഥ. ഇപ്പോൾ നമ്മളിവിടെ ചർച്ച ചെയ്തു, ഈ വേതനം വർദ്ധിപ്പിക്കണം എന്നുള്ള ഈ വിഷയങ്ങളെ കൂടെ നമ്മൾ ചർച്ച ചെയ്തു. അതുപോലെ ജയിലിലുള്ള സൗകര്യങ്ങളെ ഒന്ന് വികസിപ്പിച്ചെടുക്കണം എന്നുള്ളതൊക്കെ നമ്മളിവിടെ ചർച്ചയിൽ കൊണ്ടുവന്നു. പക്ഷേ നമ്മൾ ഇതൊക്കെ ലഭിക്കുന്നത് കുറ്റവാളികൾക്ക് തന്നെയാണ് ഇതൊക്കെ ലഭിക്കുന്നത് എന്നുള്ളത് ഒരു ഉറപ്പുവരുത്തണം. കാരണം ഇതെല്ലാം ലഭിക്കുന്നത് ഒരു നിരപരാധിക്കാണെങ്കിൽ പിന്നെ ഇതൊക്കെ ഈ സൗകര്യങ്ങൾ ഒരുക്കുന്നത് കൊണ്ട് ഉപകാരം ഉണ്ടായിക്കൊള്ളണമെന്നില്ലല്ലോ.